ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സിനിമയോ രാഷ്ട്രീയമല്ല. ഈ വിഷയം വേറെയാണ്. എൻ്റെ ഈ ഔട്ട്സൈഡ് സിനിമ ആൻഡ് രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായുള്ള ഒരു മേഖലയിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആൾക്കാരാണ് ഇവിടെ. പിന്നെ CLSL എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട് ഇവിടെ. അതിൻ്റെ സെൻറ്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗ് എന്നാണ് അതിൻ്റെ പേര്. ഏതാണ്ട് കുറച്ച് എനിക്ക് തോന്നുന്നു 2014 ഇത് ആരംഭിച്ചത്. ഒരു ദിവസം അശോകൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അതായത് ഇയാൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ നെന്മാറയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സംഘടനയുണ്ട്, അതിൻ്റെ ഒരു ഫംഗ്ഷനുണ്ട്, ചേട്ടൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോയിരുന്നു. അവിടെ പോയി കണ്ടപ്പോൾ അവരുടെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് പഠിച്ചപ്പോഴും വളരെ സ്മാർട്ടായ കുറേ നല്ല ഒരു 150 ഗേൾസ് ആൻഡ് ബോയ്സ് ഉള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ പേര് ആശ്രയം എന്നാണ്. ആ പേരിൻ്റെ അനുയോജ്യമായ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഒരുപാട് ആശ്രയമായിട്ട് മാറുന്ന ഒരു ഓഫീസ്, ആശ്രയമായിട്ട് മാറുന്ന ഒരുപാട് ബോയ്സ് ആൻഡ് എല്ലാം യങ്ങസ്റ്റേഴ്സാണ്, എഡ്യൂക്കേറ്റഡാണ്. അപ്പോൾ എനിക്ക് ഇവരുടെ ആ ഒരു സ്മാർട്ട്നെസ്സും അവരുടെ പ്രവർത്തന മേഖലയിലുള്ള മികവും കണ്ടിട്ട് ഞാൻ ആലോചിച്ചു, ഇതിന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലൊരു വഴിയിലേക്ക് ഇവരെ വിടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് അസോസിയേറ്റഡ് ആയത്. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ഇവരോടൊപ്പം നടന്നു. ഒരുപാട് പിന്നെ ഇവരുടെ മെയിൻ സാധനം വെച്ചാൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസാണ്, സ്കില്ലുണ്ടാക്കുക. നമ്മളിപ്പോൾ ഇവരുടെ ബേസിക് സാധനം ചാരിറ്റീസ് ഉണ്ട്, അതുപോലെ ഒരുപാട് സോഷ്യൽ വർക്ക് ഉണ്ട്. അതിനോട് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇവരുടെ കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് MSc എടുക്കുന്നു, MBA എടുക്കുന്നു, എല്ലാം എടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷനിൽ പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ, കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളി കുട്ടികൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു ടെസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനോ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ പങ്കെടുക്കുമ്പോൾ ഫെയിലാവുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കാണുന്നത്, അവർക്ക് ഇപ്പോൾ നല്ല 98% മാർക്കൊക്കെ വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഓൾ ഇന്ത്യ ബേസിലുള്ള ഒരു കോമ്പറ്റീഷനിൽ പോകുമ്പോൾ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവരുമായി ഒത്തുചേർന്നുകൊണ്ട് അഭ്യസ്തവിദ്യരായ അവർക്ക് ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടാക്കുക. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ്. അത് ഞങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ക്യാമ്പുകളായിട്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ സംഘടിപ്പിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്തിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ അവർക്ക് കുറേ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അത് മാത്രമല്ല, അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് മാത്രമല്ല, അവർക്ക് ജോബ് പ്ലേസ്മെൻറ്റ് കൂടെ മാക്സിമം നമ്മൾ അങ്ങനെ കുറേ കുട്ടികൾക്ക് നമ്മൾ ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഈ ആഫ്റ്റർ ദിസ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ സോഷ്യൽ വർക്ക്. അപ്പോൾ ഞാനൊന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു ആശയത്തിൻ്റെ പേരിൽ ഇതൊക്കെ ഞാൻ ഇവരോടൊപ്പം നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വെച്ചാൽ, ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല ഈ സംഘടനയിൽ. ഇവർ ഏതാണ്ടൊരു ഇപ്പോൾ അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 600ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട്. 600 അവരുടെ 24 hours ഡ്യൂട്ടിയുള്ള 600 വോളണ്ടിയേഴ്സ് നമുക്കുണ്ട്. അതുകൂടാതെ ഓൺ കോൾ ഡ്യൂട്ടിയിൽ ഏതാണ്ട് ഒരു 1500ഓളം ഒരു വർക്ക് ഫോഴ്സ് നമുക്കുണ്ട്. അത് നമ്മൾ വിളിച്ചാൽ അപ്പോൾ വരും. അങ്ങനെ കേരളത്തിൽ നിന്നും വിട്ടിട്ട് നമ്മൾ അതർ സ്റ്റേറ്റിലും ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നാഷണൽ ലെവലിൽ ഇത് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ നാഗാലാൻഡ് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഇഷ്യൂസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ട് അവിടെ പോയി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ അശോക് എന്ന് പറഞ്ഞ ഈ PG ഇൻ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ PG ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. വളരെ എനിക്ക് ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇവർ ഡെഡിക്കേറ്റഡ് ആണ്. അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സൊസൈറ്റിയോട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ ഞാൻ അവരുടെ ഒപ്പമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു,
ഈ ഓരോ ഞങ്ങളൊക്കെ ഒരുപാട് കോളേജസിൽ പോയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് നമ്മൾ സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചാരിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ അപ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നൊരു പ്രോഗ്രാമിൻ്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട് ഇവിടെ. അത് കണക്റ്റ് ആയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ CLSL എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അവരോട് പറയുന്നു, നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ ഇത് പബ്ലിസിറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളാണ് ചെയ്തതെന്നുള്ളത് വരരുതെന്നുള്ളതായിരുന്നു. പക്ഷേ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ചേട്ടാ നമ്മളിത് ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക് അറിഞ്ഞില്ലെങ്കിൽ ഇതിന് പിന്നെ നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനെ അവരെന്നെ കൺവിൻസ് ചെയ്തു, നമുക്ക് ഒരു പബ്ലിസിറ്റി വേണം. ആ പബ്ലിസിറ്റി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ സഹായമാണ്. ഇത് നമുക്ക് ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു ഓർഗനൈസേഷനാണ് ഈ സാധനം. ഇത് നമ്മൾ നാഷണൽ ലെവലിൽ മാത്രമല്ല, ഇൻ്റർനാഷണൽ ഇപ്പോൾ നമുക്ക് കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ ഈ വരുന്ന 12-ാം തീയതി അശോകിന് ഒരു അവാർഡ് കിട്ടുകയാണ്. ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസിന് കുറച്ചും കൂടിയും കാര്യങ്ങളെ പറ്റിയിട്ട് അശോകൻ നിങ്ങളുടെ 2 വാക്ക് പറയും. ഇന്ന് കൂടിയത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ്. ഈ വരുന്ന 2025-26 വർഷത്തിൽ 1000 ഭിന്നശേഷിക്കാരായ ഡിസബിലിറ്റി ഉള്ള യുവാക്കളുടെ തൊഴിൽ പരിശീലനവും അവർക്കുള്ള ജോലിയും, അങ്ങനെ ഒരു വലിയൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കേരളത്തിൽ മൊത്തമായിട്ട് ഈ ഒരു വർഷം, ഈ അടുത്തൊരു മാർച്ചോടുകൂടി 1000 യുവാക്കൾക്കുള്ള, അതായത് ഭിന്നശേഷിക്കാരായ യുവാക്കൾക്കുള്ള പരിശീലനവും, അതോടൊപ്പം തന്നെ പരിശീലനം മാത്രമല്ല, അവർക്ക് ഏതെങ്കിലും കമ്പനികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ സ്വയം തൊഴിൽ സംവിധാനത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ജോലി കൂടി സാധ്യമാക്കുക എന്നുള്ള വലിയ ഒരു പ്രൊജക്റ്റിന് ഇന്ന് തുടക്കമിടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നൊരു പത്രസമ്മേളനം വെച്ചത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇനാഗ്രേഷൻ ഇന്ന് നമ്മളുടെ എടപ്പള്ളിയിൽ ഇവിടെ ഒരു ഓഫീസുണ്ട്. ഇന്ന് അവിടുത്തെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചിങ് അവിടെ നടക്കുന്നത്. അതിന് മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയതിന് ശേഷം പോകാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് അതിൽ പ്രതീക്ഷിക്കുന്നു. CLSLനെ കുറിച്ച് ദേവൻ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുരുക്കി ഒറ്റ വാക്കിൽ പറയാം, നമ്മൾ സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, യൂത്ത് ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ട്രൈബൽ ഡെവലപ്മെൻറ്റ് മേഖലകളിൽ, റൂറൽ ഡെവലപ്മെൻറ്റ് മേഖലകളിൽ, വുമൺ എംപവർമെൻറ്റ് മേഖലകളിൽ, അങ്ങനെ ഒരു 7 സംസ്ഥാനങ്ങളിലായിട്ട് നമ്മുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചിയിൽ, വയനാട്, പാലക്കാട്, സേലം, അഹമ്മദാബാദ്, ഗുജറാത്തിൽ തന്നെ അഹമ്മദാബാദ് ഉണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ് പിന്നെ 4 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. ഇതൊന്നും സാമ്പത്തികത്തെ കണ്ടുകൊണ്ടല്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. അല്ലാണ്ട് ഒരു സാമ്പത്തികം, ഇതൊരു ഫണ്ടിങ് സോഴ്സ് മാത്രമായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമല്ല. ഈ കഴിഞ്ഞ 2 CSR പ്രോഗ്രാംസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം അവർ ഓൺ ഫണ്ട്. ഇതൊരു ചാരിറ്റി പ്രോഗ്രാംസ് ആയിട്ട് തന്നെയാണ് ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള സാമ്പത്തികം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു വലിയൊരു പബ്ലിസിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പിരിവായിട്ടോ ഡൊണേഷൻ എടുത്തിട്ടോ അല്ല. 10-15 പേര് ഇതിലെ എക്സിക്യൂട്ടീവ്, ദേവൻ സാർ അടക്കമുള്ള ആളുകളുണ്ട്. അവരുടെ ഓൺ മണി തന്നെയാണ് ഈ ഒരു കാര്യത്തിന് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ലോഞ്ചിങ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനായിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം 250-ലധികം പ്രോഗ്രാംസുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. കാരണം അതിൽ ഫ്രീ എന്ന് പറയുന്നത് ഒരു വലിയൊരു അപരാധമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആരും അറിയാതെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇൻഡിവിജ്വലി എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ദേവൻ സാർ, കാരണം നിങ്ങൾ സിനിമാ നടനായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിട്ടൊക്കെ ആയിരിക്കും കാണുക. ഞങ്ങളെ സംബന്ധിച്ച് അതിനേക്കാളുപരി ഒരു അറിയാതെയുള്ള കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വയനാട് ആണെങ്കിലും ഈ കോവിഡ് സമയത്താണെങ്കിലും പ്രളയ സമയത്താണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ വലിയൊരു സാമ്പത്തിക കാര്യങ്ങൾ വരെ ഞങ്ങൾക്ക് ഒരുപാട് ചെയ്തിട്ടുള്ള ഞങ്ങളെ തന്നെ ടീം അംഗമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഇതിൽ ഈ ഒരു വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.